അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ. രാവിലെ സ്പർക്കൊട്ടൊക്കെ ഇന്നലെ നേരത്തെ പറഞ്ഞിരുന്നു, എന്നിട്ട് താമസിച്ചു 12 മണിക്ക് പഠിക്കരുതായിരുന്നു. 12:17 ചോറ് മീൻകറിയല്ല മീൻകാറ്. രാവിലത്തെ ഭക്ഷണമാണ് കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഈ ദിവസം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കാണ്ട് ഫുഡ് ചെയ്യും. ഫുഡ് വെച്ച് ചായ കറിക്കുള്ള ബ്രേക്കാൻ പോകും. എന്തായാലും ഒരു കൈ നോക്കിയിട്ട് ഓക്കെ. അപ്പോൾ സോ ഗൈസ്, സമയം ഇപ്പോൾ 1 മിനിറ്റ് 3:40. ഉച്ചക്കത്തെ ഭക്ഷണം സാമ്പാറും ചോറും. കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ച് 4 മണി. സമയം 5:30. നമ്മൾ ചായ കുടിക്കാൻ പോകും. വെളി ഭയങ്കര മഴ. വെളി ഭയങ്കര മഴയാണ്. പോയി ചായ കുടിക്കും. ഇതിനാ ഞങ്ങളുടെ ചായ മാസ്റ്റർ. ചായ ഇട്ടാടാ. മാർക്കെടുത്തിട്ട് കുറച്ച് വീഡിയോ ചായ അടിക്കുന്ന വീഡിയോ. സോപ്പിട്ട് ചായ അടിക്കും. ഓ ഇതെടുത്തുണ്ടോ? തിരി സ്ലോ മോഷൻ വെച്ചിരിക്കാൻ. ചായ എടുക്കത്തെ കടുപ്പം. ചായ കിട്ടി. വെളി ഭയങ്കര മഴയാ. ഇവനെ ചായ അടിക്കാൻ. അപ്പൊ നമ്മള് ചായ എടുത്തോണ്ട് പോവാ. അപ്പൊ നമ്മൾ ചായ എടുത്ത് കുടിക്കാൻ വേണ്ടി പോവാ. ഇതാണ് ഇവിടെ കൗണ്ടർ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ. ഇപ്പൊ ഞാൻ വ്ളോഗ് ചെയ്യാം. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ 5:30 ആയിട്ട് ഞാൻ ഇതുവരെ ഒരു സിഗരറ്റ് പോലും വലിച്ചില്ല. സോ മച്ച് ഐ ആം പ്രൗഡ് ഓഫ് മീ. എനിക്ക് എൻ്റെ തന്നെ ഒരു വലുത് തോന്നി. സോ ഗൈസ്, സമയം ഇപ്പം 11:36. രാത്രിയിലത്തെ ഭക്ഷണം ഗീ റൈസ്. ഇതിൻ്റെ ഏറിയുടെ പേരിനെ മറന്നു. ബീഫ് കറി, വെള്ളം കഴിച്ചിട്ട് കാണാം. അപ്പോൾ സോ ഗൈസ്, നമ്മുടെ പണിയും കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ ഒന്ന് കാണിച്ചായിരുന്നു. നേരെ റൂമിൽ പോയിട്ട് ബാക്കി. സോ ഗൈസ്, അങ്ങനെ പണിയും കഴിഞ്ഞു. നേരെ റൂമിൽ വന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിക്കണം എന്നുള്ള ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാരാ മോൻ കട നിറങ്ങി ഒറ്റ വീടില് നേരെ ഇവിടെ വന്നു. റൂമിൽ എത്തിയിട്ട് ഇപ്പോഴും തിരിഞ്ഞു നോക്കിയുള്ളൂ. ഇപ്പോഴും വലിക്കണം നല്ലതുണ്ട്. എന്നാലും നമ്മൾ എല്ലാം അങ്ങ് കൺട്രോൾ ചെയ്യും. ഇന്നലെ ക്ലീനാക്കിയെന്ന് പറഞ്ഞാൽ പ്രോഗ്രാസാണ്. ഇത് ഞാൻ ക്ലീനാക്കും. പലക്കാരുണ്ട്. എൻ്റെ തുണിയൊക്കെ
സോപ്പൊടി നോക്കി വെച്ചിട്ട് പോയി രാവിലെ മറന്നുപോയി. തുണി കണ്ടിരുന്നു പേടിച്ചു പോയി. അപ്പോൾ ഞാൻ അലക്കി കുളിച്ചിട്ട് ബ്ലഡ് ക്ലീൻ ആക്കിയിട്ട് ബൈ. കുളിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ മെയിൻ പരിപാടി ഇപ്പോൾ രാവിലെ ഭയങ്കര നേരെ ഉറങ്ങാനാണ് പറയുന്നത്. പക്ഷേ സമയം 12:09. സോ ഇറങ്ങും. ബ്ലോഗെടുത്താൽ മാത്രം പോരുന്നു. സമയമുണ്ട്. അതായത് വെളിയിലത്തെ മൈക്കിലത്തരം വെളിയിലത്തെ സൗണ്ടൊക്കെ ഫോണിലൊക്കെ വരും. ചിലപ്പോൾ ചാനലിൽ പോകും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഫീഡ്ബാക്ക് പറയാം. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പറയാനുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മളെക്കൊണ്ട് ഒരു കാര്യം ശ്രമിച്ചാൽ നടക്കും. പക്ഷെ ഇങ്ങനൊന്നും പറയുന്നില്ല. നിങ്ങളെപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരു ദിവസമായിരുന്നു. ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. നമ്മൾ കാരണം വലിയ തുടങ്ങിയിട്ട് ഒരു ദിവസങ്ങളൊന്നും പറയാൻ പറ്റില്ല, വർഷങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം മരിച്ചതെന്ന് പറയുന്നത് വലിയ ഇതല്ലേ. സോ കുഞ്ഞുങ്ങളായിട്ട് ഇനിയും വരും. ഇന്നത്തെ ദിവസം ഞാനാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു വീഡിയോ പഠിച്ചു. പ്രത്യേകിച്ച് മാറ്റങ്ങളുള്ള കാണുന്നതെന്ന് ചോദിച്ചാൽ മാറ്റങ്ങളൊന്നുമില്ല. പുറത്ത് നിന്നിട്ട് വഴിയുടെ കുറച്ച് മരങ്ങളുണ്ടാവും. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ. നോക്കാം നോക്കാം. അടുത്ത ശനിയാഴ്ച വരെ നോക്കാം. നോക്കാം. എനിക്കെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ നേരത്തെ എനിക്ക് വർക്കൗട്ട് ചെയ്യണം. കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ആദ്യം 2 മണിക്ക് കിടന്നു പറഞ്ഞ് കിടന്നു. പക്ഷേ 2:10 2:10 കിടന്നിട്ട് 11 മണിക്ക് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ട്. 12 മണിക്ക് വീണ്ടും എഴുതിട്ട് 12 മണിക്ക് അവിടെ പണിക്കാറുണ്ട്. അന്നിട്ട് ഇവിടെ ഞാൻ 12 മണിക്ക് എഴുതിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ നേരത്തെ എഴുതണം, വർക്കൗട്ട് ചെയ്യണം, നേരത്തെ കിടക്കണം. ഇതാണ് ഇപ്പം. അപ്പോൾ ലൈബ്രറി ഞാൻ പറയും. ചിലപ്പോൾ ഞാൻ കുറച്ച് ചായ 1 മണിയായിരുന്നു. 2 മണിക്ക് കിടക്കാനാണ് എൻ്റെ ഒരു